Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Our Lord is Ebenezer. നമ്മുടെ കർത്താവ് എബനേസർ ആകുന്നു. Thus far He has brought us. അവൻ അത്രയും ദൂരം നമ്മളെ കൈക്കൊണ്ടിരിക്കുന്നു. And He will take us through. നമ്മളെ ഇനിയും മുന്നോട്ട് അവൻ നടത്തും. I just feel like thanking the Lord for bringing us this far. Just tell the Lord right now, take a moment to just tell the Lord, thank you Lord. കുറച്ചു നേരം നമുക്ക് സമയമെടുത്ത് ദൈവം നമ്മളെ ഇത്ര ദൂരം കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കും. There have been difficulties. നമുക്ക് അതികഠിനമായ പ്രയാസമുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. There have been mountains and valleys. മലകളും കുന്നുകളും ഒക്കെ നമ്മൾക്കുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. But Lord, you were with us. പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. And you have brought us this far. നമ്മളെ ഇത്രയും ദൂരം നീ കൊണ്ടുവന്നു. Lord, keep us faithful to the end. ഞങ്ങളെ അന്ത്യം വരെയും വിശ്വസ്തയോടെ കർത്താവെ നീ നിർത്തണമേ. And Lord, I just commit everyone here into your hands. കർത്താവെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. May they receive the word like life. ജീവനെ പോലെ തന്നെ തങ്ങളുടെ ജീവനെ പോലെ തന്നെ നിന്റെ വചനം അവർ ഏറ്റെടുത്താട്ടെ. For your word is life. നിന്റെ വചനം ജീവനാകുന്നുവല്ലോ. Let there be no distractions here. ഒരു തരത്തിലോ ഉള്ള ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവാതെ But prepare their hearts for the word of God. ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ആ വചനം ഏറ്റെടുക്കുവാനായിട്ട് നീ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Even the children. കുഞ്ഞുങ്ങളെ ഞങ്ങൾ കരങ്ങളിൽ സമർപ്പിക്കുന്നു. Touch them in a mighty way. അവരെ വലിയ രീതിയിൽ കർത്താവെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Amen. So the last few weeks we've been learning about the Father's love. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. Pastor John came and said God is a generous father. പാസ്റ്റർ ജോണോട് പറയുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന ഒരു പിതാവാകുന്നു. Last week Pastor TB was sharing on the labor of love as a father. കഴിഞ്ഞ പ്രാവശ്യം സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവത്തിനെ കുറിച്ച് പാസ്റ്റർ ടിബി പറയുകയുണ്ടായി. So I think we've been established that he is our father. അപ്പോൾ നമ്മൾ അത് ഉറപ്പിച്ചു പറയുന്നു പിതാവായ ദൈവം നമ്മുടെ പിതാവാകുന്നു എന്നുള്ളത്. So today I just thought we look at what it means to be a son. അപ്പോൾ ഇന്ന് പുത്രന്മാരാകുക എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. J.A. Packer wrote in his book, which is quite famous, Knowing God. J.A. പാർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തെ അറിയുക എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു. If you want to judge how well a person understands Christianity, find out how much he makes of the thought of being God's child and having God as his father. ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി ക്രിസ്തീയതയെ എത്രത്തോളം നന്നായി മനസ്സിലാക്കി എന്ന് നിങ്ങൾക്ക് വിലയിരുത്തണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആ വ്യക്തി എത്രത്തോളം തന്നെ ഒരു ദൈവ പൈതലായി കരുതുന്നു, ദൈവത്തെ തൻ്റെ പിതാവായി കരുതുന്നു എന്നുള്ളതാകുന്നു. If this is not the thought that prompts and controls his worship and prayers and his whole outlook in life, it means that he hasn't understood Christianity very well. ഈ ചിന്തയിൽ നിന്നല്ല, അതായത് താനൊരു ദൈവ പൈതലാണെന്നുള്ള ചിന്തയിൽ നിന്നുള്ള അല്ല തൻ്റെ ആരാധനയും പ്രാർത്ഥനയും തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമെങ്കിൽ താൻ ക്രിസ്തീയത ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. Really, is that what your first thought is, that I'm a son of God? ഇങ്ങനെയാകുന്നു നിങ്ങളുടെ ചിന്ത, ഞാനൊരു ദൈവ പൈതലാകുന്നു എന്നുള്ളത്? Being in the ministry for years, nowadays I'm asking myself, who am I really? കുറേ വർഷം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആരാകുന്നു എന്നുള്ളത്. The most important thing is to be a child of God. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ദൈവത്തിൻ്റെ പൈതലായിരിക്കുക എന്നുള്ളതാകുന്നു. And today I want to establish that truth in all of our hearts, my heart too. ഇന്ന് ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഒരു സത്യം ഉറപ്പാക്കുക എന്നുള്ളതാകുന്നു എൻ്റെ ഒരു കടമ ഇവിടെ. John 1:12, even Pastor Jijo shared that verse during the communion time. But as many as received him, to them he gave the right to become children of God, to those who believe in his name. ഇന്ന് മിനിസ്ട്രിങ്ങിൻ്റെ സമയത്ത് പാസ്റ്റർ ജിജോ ഇത് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. So we know that we are children of God when we accept Jesus as our Savior. അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ യേശു കർത്താവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പൈതലായി മാറി എന്നുള്ളത്. But there are different words in Greek for son or child. ഈ കുഞ്ഞ് അല്ലെങ്കിൽ മകൻ എന്നുള്ളതിന് ഗ്രീക്കിൽ പ്രയോഗിക്കുന്ന പല പദങ്ങളുണ്ട്. So I just thought we'll just look at those words. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഓരോ പദങ്ങളെയും നമുക്ക് നോക്കാമെന്നുള്ളത്. There is a word nepios, which means infant. നെപ്പിയോസ് എന്നൊരു പദമുണ്ട്, അതിന്റെ അർത്ഥം ശിശു എന്നാകുന്നു. There is pedon, which means a young child. From that word pediatrics comes.
പീഡോൺ എന്ന അർത്ഥം വരുന്ന വാക്യം അത് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് എന്ന അർത്ഥത്തിൽ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് പോലെ. Teknon is the word of offspring, that is someone who's born of, and that word is used in John 1:12. ടെക്നോൺ എന്ന് പറയുന്നതാണ് സന്തതി, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സന്തതി എന്നുള്ളത് അർത്ഥത്തിൽ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And there is a word huios. അടുത്ത വാക്യം ഹിയോസ് എന്ന് പറഞ്ഞ വാക്യമാണ്. It just shows the distinctive position and dignity that a son has. അത് ഒരു കുടുംബത്തിൽ ഒരു മകന് കിട്ടാവുന്ന സ്ഥാനവും മാനവും അതിനെ കുറിക്കുന്ന തരത്തിലാണ് ആ അർത്ഥം വരുന്നതാണത്. Either by birth or adoption. അത് ചിലപ്പോൾ ജനനം കൊണ്ട് ഉള്ള ഒരു മകന് കിട്ടുന്ന സ്ഥാനമാകാം, ദത്തെടുക്കലിലൂടെ കിട്ടുന്ന സ്ഥാനമാകാം. It denotes anyone who has the nature of the father. അത് പിതാവിന്റെ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവമുള്ള ഒരു മകനെ കുറിക്കുന്നതാണ് ഈ പദം. A mature son. ഒരു പക്വതയുള്ള ഒരു മകൻ. So let's look at Nepios first. നമുക്ക് നെപ്പിയോസിനെ കുറിച്ച് പഠിക്കാം. So Nepios is an immature child. നെപ്പിയോസ് എന്ന് പറയുന്നത് ശൈശവകാലം, പക്വതയില്ലാത്ത ഒരു കുഞ്ഞാകുന്നു. Galatians 4:1-3 says, "Now I say that the heir, as long as he is a child, does not differ at all from a slave, though he is master of all, but is under guardians and stewards, until the time appointed by the Father. Even so, we, when we were children, were in bondage under the elements of the world." ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെ ഇങ്ങനെ വായിക്കാം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. So in the book of Galatians, Paul is trying to explain to them that till I came, you were all under the law. അപ്പം ഗലാത്യരോട് പൗലോസ് ഇങ്ങനെ Till Jesus came. ലേഖനങ്ങളിലൂടെ പറയുകയാണ്, യേശു വരുന്നവരെ നിങ്ങൾ ശിശുക്കളെ പോലെ ജീവിച്ചു വന്നിരുന്നു. And so you were just such childs, though even though you were probably part of the family, you had no authority. അപ്പോൾ നിങ്ങൾ ദൈവ കുടുംബത്തിലെ ഒരു അംഗങ്ങളായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അധികാരമുള്ളവരായിരുന്നില്ല. But there is a time when Jesus came in the fullness of time, and then you were no longer Nepios, you became the sons of God. അപ്പോൾ യേശു വന്ന് ആ കാലസമ്പൂർണത തികഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇനി ശിശുക്കളല്ല, നിങ്ങൾ ഇനി പക്വതയുള്ള വളർന്നുകൊണ്ടിരിക്കുന്നവരത്രേ എന്നുള്ളത്. In verse 4 and 5, you can read in Malayalam. 4:4-5 വരെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. But also, so this is a Nepios, it's an immature child. It also refers to someone who is not born again. അപ്പോൾ ഇത് ഒരു ശൈശവകാലത്തിലെ കുഞ്ഞിനെ കുറിച്ചാവുന്നു പറയുന്നത്. അത് വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനെ പറയുന്നു. But Paul uses this word in his letters also. ഇത് ഈ നെപ്പിയോസ് എന്ന് പറയുന്ന ഒരു വാക്ക് പല ലേഖനങ്ങളിലും ഈ പൗലോസ് എഴുതിയിരിക്കുന്നു. In 1 Corinthians chapter 3, verses 1-3, he says, "And I, brethren, could not speak to you as to spiritual people, but as to carnal, as to babes in Christ," as to Nepios. 1 കൊരിന്ത്യരുടെ 3:1-3 വരെ പൗലോസ് ഇങ്ങനെ എഴുതുന്നു, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഈ ശിശുക്കൾ എന്ന് പറയുന്ന നെപ്പിയോസ് എന്ന അർത്ഥമാണ്. I fed you with milk and not with solid food, for until now you were not able to receive it, and even now you are still not able, for you are still carnal. ഭക്ഷണമല്ല, പാൽ അത്രയും ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടല്ല, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. In the first few years of my Christian walk, I just needed to hear the message of bless me, that the Lord would bless me, the Lord would solve all my problems. That's all I wanted to hear. ഞാൻ ക്രിസ്തുവിലായി കഴിഞ്ഞ എൻ്റെ ആദ്യ നാളുകളിൽ എനിക്കെപ്പോഴും കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, ദൂത് എന്ന് പറയുന്നത്, എനിക്കെപ്പോഴും അനുഗ്രഹം വേണം, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു എന്നുള്ളതാണ്. I couldn't see beyond that. എനിക്ക് അതിനപ്പുറം കാണുവാൻ സാധിക്കില്ലായിരുന്നു. So every week I used to attend a prayer. Every week I'll receive word, have enough strength for the next week. അപ്പോൾ എല്ലാ ആഴ്ചയും ഞാനൊരു ദൂത് ഏറ്റെടുക്കുമായിരുന്നു. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ആഴ്ച വരേക്കും ഉള്ളൊരു ശക്തി ഉണ്ടായിരുന്നു. So that was sustenance, not growth. Sustenance. അത് ഒരു വളർച്ചയ്ക്കല്ല, ഒരു നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു. So I'm asking you, church, are you ready for solid food?
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ കട്ടിയുള്ള ആഹാരത്തിനായി തയ്യാറെടുക്കുകയാണോ? Are you satisfied with just some milk? ചെറിയ പാല് കൊണ്ട് നിങ്ങൾ തൃപ്തി അടയുകയാണോ? What type of messages are you listening to? നിങ്ങൾ ഏത് തരത്തിലുള്ള ദൂതുകളാണ് കേൾക്കുന്നത്? Are there messages that encourage you to rise up as a son of God? പുത്രന്മാരെ പോലെ പുത്രിമാരെ പോലെ ഉയരുവാൻ തക്കവണ്ണം നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന പ്രബോധിപ്പിക്കുന്ന തരം Or is it ദൂതുകളാണോ? messages just enough to live through this world? അതോ ഈ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുവാൻ തക്കവണ്ണമുള്ള അതിന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ മാത്രമുള്ള വാക്യങ്ങളാണ് Paul നിങ്ങൾ was very sad because the Corinthian church, many could not take solid food. പൗലോസ് വളരെ സങ്കടപ്പെട്ടു, കാരണം ഈ കൊരിന്ത്യ സഭയ്ക്ക് വലിയ കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ കെൽപ്പില്ലായിരുന്നു. And in that verse 3 it says, "For where there are envy, strife and divisions among you, are you not carnal and behaving like mere men?" നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? Are we looking to find fault? നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ നിൽക്കുന്നത്? When you come into church, are you waiting to receive something only or to give? നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഏറ്റെടുക്കുന്നവരായിട്ട് മാത്രം ഇരിക്കുകയാണോ, അതോ സ്നേഹം കൊടുക്കുവാനും നിങ്ങൾ തയ്യാറാണോ? See, this church doesn't belong to any pastor. It belongs to the Lord. ഈ ഒരു സഭ എന്ന് പറയുന്ന ഒരു പാസ്റ്റർക്കും വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ പാസ്റ്ററുടെയും കീഴിലല്ല, ദൈവത്തിന് വേണ്ടിയുള്ള സഭയാകുന്നു. Tell the Lord, this is the church of the living God. ഇത് ദൈവത്തിന്റെ സഭയാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. Here the Holy Spirit is honored. ഇവിടെ പരിശുദ്ധാത്മാവിന് നമ്മൾ മഹത്വം And കൊടുക്കുന്നു. the Holy Spirit has to be given first place. ഇവിടെ പരിശുദ്ധാത്മാവിന് നമ്മൾ ആദ്യ സ്ഥാനം, പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടതാണ്. So if there's anything wrong in the way this functions, you have the freedom to try to see how can this be made right. Come and let me tell the leadership with that attitude. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ മനോഭാവത്തോടെ വരണം. നമ്മൾക്കിത് ശരിയാക്കണം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ നേതൃത്വത്തിനോട് സമീപിച്ചാട്ടെ. So that church was saying, I belong to Apollos, I follow Paul. And the Paul said, no, that is not the issue. The issue is that this is the family of God. അന്ന് കൊരിന്ത്യ സഭ പറയുന്നു, ഞങ്ങൾ അപ്പോലോസിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാണ് എന്ന് പറയുമ്പോൾ പൗലോസ് സങ്കടത്തോടെ പറയുന്നു, ഇത് അങ്ങനെ നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടത്, ഇത് ദൈവത്തിന്റെ കർത്താവിന്റെ സഭയാകുന്നു എന്നാകുന്നു. So he says, don't be like the Nepios. അപ്പോൾ പൗലോസ് പറയുന്നത് നെപ്പിയോസിനെ പോലെ, ശിശുക്കളെ പോലെ നിങ്ങൾ ആകാതിരിക്കുക എന്നാണ്. And 1 Corinthians 13:11 says, when I was a child, I spoke as a child, I understood as a child, I thought as a child, but when I became a man, I put away childish thoughts. 1 കൊരിന്ത്യരുടെ 13:11 പറയുന്നു പൗലോസ് ഇങ്ങനെ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. So this is the famous chapter, the chapter of love. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചാപ്റ്റർ ആകുന്നു, അത് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആകുന്നു. The Corinthian church had all the gifts. They operated in all the spiritual gifts. ഈ കൊരിന്ത്യ സഭ തങ്ങളുടെ കൃപാവരങ്ങളിൽ സമ്പന്നമായ ഒരു സഭയായിരുന്നു. So the Holy Spirit was moving there. അവിടെ പരിശുദ്ധാത്മാവ് അധികമായി മൂവ് ചെയ്തുകൊണ്ടിരുന്നു. But Paul said, remember to walk in love. പക്ഷേ പൗലോസ് പറയുന്നത് നിങ്ങൾ സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാകുന്നു. So many people say, oh, they are doing so many things for the Lord, but see, look at their life. The Lord is saying, your life should follow, along with the power of the gifts, we should walk in love. പലരെക്കുറിച്ചും നമ്മൾ പറയുന്നു, അവർ കൃപാവരങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ എന്നുള്ളത്. പക്ഷെ കർത്താവ് പറയുന്നത് കൃപാവരങ്ങളോട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. Your maturity in Christ doesn't depend on the gifts, it depends on the fruit. നിങ്ങളുടെ പക്വത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല. But you need the gifts to show the power of the Holy Spirit. മറിച്ച് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിൽ നിന്നുള്ള അത്രേ. So let's not stay as Nepios, but grow. അതുകൊണ്ട് നെപ്പിയോസിനെ പോലെ നമ്മൾ നിൽക്കാതെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. So Peden is a young child growing in maturity. രണ്ടാമത്തത് പേഡൻ എന്ന് പറയുന്ന ഒരു പദമാകുന്നു, അത് പക്വതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാകുന്നു. It's only used once when Jesus as a young boy at the age of 12, that word Peden is used when he went and did his father's business. ഇത് ഒരു പ്രാവശ്യം മാത്രമാണ് വചനത്തിൽ കാണുന്നത്. യേശു തൻ്റെ 12-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ ഒരു വേലയ്ക്കായിട്ട് ഇറങ്ങി തിരിക്കുന്ന സമയത്ത്. And Teknon, as I said, is the offspring. This offspring is dependent on the Heavenly Father. മൂന്നാമത് ഉള്ളത് ടെക്നോൺ എന്ന് പറയുന്ന സന്തതി. ആ സന്തതി എന്ന് പറയുന്ന സ്വർഗസ്ഥനായ പിതാവിൽ ആശ്രയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. In John 1:12, Teknon is used. നമ്മൾ നേരത്തെ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 1:12 ടെക്നോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. So it's born of the Father but hasn't grown much.
അത് പിതാവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, പക്ഷേ വളർച്ച അത്രയും വന്നിട്ടില്ല. 1 John 2:12 says, I write to you little children because your sins are forgiven you for his name's sake. 1 യോഹന്നാൻ 2:12 എഴുതിയിരിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. So you've come to that state where yes, you know you're a child of God, your sins have been forgiven. അപ്പോൾ നമ്മൾ ആ ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു, നമ്മൾക്കറിയാം നമ്മൾ നമ്മുടെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു, ഞാനൊരു കുഞ്ഞായിരിക്കുന്നു എന്നുള്ളത്. So let's now look at huios, അടുത്തത് ഹ്യൂസ് എന്ന് പറയുന്ന പദമാകുന്നു. the mature son that carries the nature of the father. പക്വതയാർജിച്ച ഒരു മകൻ, പിതാവിന്റെ സ്വഭാവം കൈവന്നിട്ടുള്ള ഒരു മകൻ. So you're born again as a teknon, but now you're positioned as a huios. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ടെക്നോനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥാനത്തെത്തിയിരിക്കുന്ന വളർച്ച പ്രാപിച്ച ഹ്യൂസ് ആയിരിക്കുന്നു. Romans 8 chapter 14 to 17, let's read that. For as many as are led by the Spirit of God, these are the sons of God. That's a huios. For you did not receive the spirit of bondage again to fear, but you received the spirit of adoption, by whom we cry out, Abba, Father. റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 14 തൊട്ട് 17 വരെ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇത് ഹ്യൂസ് എന്നർത്ഥം വരുന്നതാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനും ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. So what have we received? The spirit of adoption. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾക്ക് ലഭിച്ചു. You know that word adoption is huiothesia. ഈ അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുക്കുക എന്ന് പറയുന്നത് ഹ്യൂത്തീസിയ എന്ന പദത്തിൽ നിന്നാണ്. It's a combination of two words, huios and tithemi. അത് രണ്ട് പദങ്ങൾ ചേർന്ന് വരുന്നതാണ്, ഒന്ന് ഹ്യൂസും ഒന്ന് തിത്തമിയും. Huios is the mature son. ഹ്യൂസ് എന്ന് പറയുന്നത് പക്വതയാർജിച്ച ഒരു പുത്രനാണ്. And tithemi is to place in position. തിത്തമി എന്ന് പറയുന്ന ആ മകനെ ഒരു യഥാസ്ഥാനപ്പെടുത്തുക, ഒരു നല്ല സ്ഥാനത്തിലേക്ക് ഇരുത്തുക To എന്നുള്ളതാണ്. legally make us a son. നിയമപരമായി പുത്രനാക്കുക. So actually in those days in Rome, you could legally adopt a child. ആ കാലങ്ങളിൽ റോമർക്കാർക്ക് നിയമപരമായി കുഞ്ഞുങ്ങളെ ദത്തെടുക്കാമായിരുന്നു. So the legal process usually happened in wealthy families where they would adopt a younger man to kind of follow the order. That person would be from another family. അന്നത്തെ കാലത്ത് ധനികരായ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ദത്തെടുക്കൽ നടക്കുന്നുണ്ടായിരുന്നു. അത് ചെറുപ്പക്കാരെയായിരുന്നു, യുവാക്കളെയായിരുന്നു അവർ ദത്തെടുത്തിരുന്നത്, അടുത്ത അവകാശികളായിട്ടായിരുന്നു ദത്തെടുത്തിരുന്നത്. So there's either wealthy people did that who had no sons, or who had sons who they thought would not be the right heir. അങ്ങനെ ദത്തെടുത്തിരുന്നത് ധനികരായ പിതാക്കന്മാർക്ക് ഒന്നുകിൽ അങ്ങനെ ഒരു യുവാക്കൾ ഇല്ലായിരുന്നിരിക്കണം മക്കളായിട്ട്, അല്ലെങ്കിൽ ഉള്ള ആൺകുഞ്ഞുങ്ങളെ അവർക്ക് വലിയ വിശ്വാസമില്ലാത്തവരായിരിക്കണം. So there was a legal process by which they would adopt, and they needed 7 witnesses. അപ്പോൾ നിയമപരമായ ഒരു ചടങ്ങിലൂടെ ആയിരുന്നു ആ ദത്തെടുക്കൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ 7 സാക്ഷികൾ വേണമായിരുന്നു ഈ ദത്തെടുക്കൽ. So once this legal act was done, even if the father died, the adoption process would come through. അപ്പോൾ ഇങ്ങനെ ഒരു നിയമപരമായ ചടങ്ങിൽ ഈ പിതാവ് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഈ പിതാവിന്റെ മരണശേഷവും ഇത് നിയമത്തിൽ പ്രാബല്യത്തിൽ തന്നെ ഇരിക്കും. Caesar Augustus, originally known as Octavian, was the grandnephew of Julius Caesar. സീസർ അഗസ്റ്റസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒക്ടേവിയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജൂലിയസ് സീസറിന്റെ അനന്തരവനായിരുന്നു. But after Caesar's assassination, Octavian came to know that he was to be the adopted heir, and he became the ruler when Jesus was born. അപ്പോൾ ഈ ജൂലിയസ് സീസറിന്റെ വധത്തിന് ശേഷം ഈ ഒക്ടാവിയൻ മനസ്സിലാക്കുകയുണ്ടായി താനാകുന്നു അടുത്ത അനന്തരാവകാശി എന്നുള്ളതും. ഈ വ്യക്തിയായിരുന്നു യേശുവിന്റെ കാലഘട്ടത്ത് അന്ന് റോമൻ ഭരണാധികാരി. So what were the consequences of this adoption? അപ്പോൾ ഈ ദത്തെടുക്കലിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? I'm telling you this because we have been adopted in the family of God. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പുത്രന്മാരായി ദത്തെടുക്കപ്പെട്ടവരാണ്. Paul is using this term because he's so familiar with what was happening in the land at that time. പൗലോസ് എന്തുകൊണ്ടാണ് ഈ ഒരു പദം ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാകുന്നു അത് വീണ്ടും പറയുകയാണ് പൗലോസ്. First of all, the adopted person lost all rights in his old family and gained all rights of a legitimate son in the new family. In the most binding way, he got a new father.
അപ്പോൾ പുതിയ ആദ്യമായിട്ടുള്ള ഒരു അനന്തര ഫലം എന്തെന്ന് പറഞ്ഞാൽ ഈ ദത്തെടുക്കപ്പെട്ട വ്യക്തിക്ക് പഴയ കുടുംബമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവകാശങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് പുതിയ കുടുംബത്തിലെ പിതാവിൻ്റെ അവകാശിയായിട്ട് ഒരു പുതിയ പദവി ലഭിക്കുകയാണ്. With the same with us. നമ്മൾക്കും അങ്ങനെ തന്നെയാകുന്നു. The enemy had such a right on us before. നമ്മുടെ പഴയ ജീവിതത്തിൽ ശത്രുവിനെ നമ്മളെ കൊണ്ട് ഒരു വലിയൊരു ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു. We were part of the kingdom of darkness. നമ്മൾ ആ ഇരുട്ടിന്റെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. We belonged to, in the world, the father of the world was Satan. അന്ന് നമ്മൾ അംഗമായിരുന്ന ആ ഇരുട്ടിന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ലീഡർ അല്ലെങ്കിൽ അപ്പനെന്ന് പറയുന്ന പിതാവെന്ന് പറയുന്ന സാത്താനായിരുന്നു. And the Lord plucked us out from there and put us into the kingdom of light. നമ്മളെ കർത്താവ് അവിടെ നിന്ന് പറിച്ചെടുത്ത് നമ്മളെ ഈ വെളിച്ചമാകുന്ന ഈ കുടുംബത്തിലേക്ക് നമ്മളെ നട്ടു. Do you know who you are? നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരാകുന്നു? You are a son who is walking in the kingdom of light. നമ്മൾ വെളിച്ചമാകുന്ന കുടുംബത്തിൽ നടക്കുന്ന പുത്രന്മാരാകുന്നു. That is an old chapter. ഒരു പഴയ ചാപ്റ്റർ ആണ്, പഴയ അധ്യായമാകും. So many people struggle with guilt, but the Lord says, I have wiped it out. It is past. ഇന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് പലരും പശ്ചാത്താപിച്ചുകൊണ്ട് ആ ഓർമ്മകളിൽ നിൽക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ ആ പഴയതിനെ എല്ലാം മായ്ച്ചു കളഞ്ഞു എന്നുള്ളത്. Secondly, he becomes an heir to the father's estate. അതുപോലെ രണ്ടാമതായിട്ട് താൻ തൻ്റെ പിതാവിൻ്റെ ധനത്തിൻ്റെ അവകാശിയാവുകയാണ്. Even if other sons are born, you are a co-heir. No one can take away that inheritance. ഇനി ആ വ്യക്തിക്ക് ആ അപ്പന് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പോലും ഈ അവകാശത്തെ ഈ ദത്തെടുത്ത പുത്രനിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയില്ലായിരുന്നു. അയാൾ ആ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കൂട്ടവകാശികളായിരുന്നു. So is there competition in the kingdom of light? അപ്പോൾ ആ വെളിച്ചമാകുന്ന ദൈവ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മത്സരമുണ്ടോ? You don't have to compete with anyone. നമ്മൾ ആരുമായിട്ടും മത്സരിക്കേണ്ടതില്ല. You are a co-heir. നമ്മൾ കൂട്ടവകാശികളാകുന്നു. Tell your neighbor, you're a co-heir. നിങ്ങൾ അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, you can be secure. നമ്മൾക്ക് ദൈവത്തിന്റെ ആ ഇതിലൊരു സെക്യൂർ ആകാൻ പറ്റും. You don't have to prove yourself to anyone but God. നമ്മൾ ഇപ്പോൾ എല്ലാവരോടും തെളിയിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിനോടല്ലാതെ. The third thing is, according to the law, the old life of the adopted person was completely wiped out. For instance, any debt that was there, pre-existing debt, that was cancelled, and now we're debt free. അതുപോലെ മൂന്നാമതായി ഈ ദത്തെടുക്കപ്പെട്ട വ്യക്തിയുടെ പഴയ ജീവിതം മായ്ക്കപ്പെട്ടു. ഉദാഹരണത്തിന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കടങ്ങളെല്ലാം തള്ളപ്പെട്ട് കഴിഞ്ഞു. Fourthly, in the eyes of the law, he was absolutely the son of the new father. അതുപോലെ നാലാമതായി ഈ നിയമത്തിന്റെ കണ്ണിലും ലോകത്തിന്റെ കണ്ണിലും ഈ പിതാവിന്റെ എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു മകനായി ഈ മനുഷ്യൻ മാറിക്കഴിഞ്ഞു. The enemy will try to tell you you're not a son. ശത്രു നിങ്ങളോട് പറയും നിങ്ങൾ ഒരു ദൈവത്തിന്റെ ഒരു മകനല്ല എന്നുള്ളത്. Because you can't walk in holiness. കാരണം നിങ്ങൾ വിശുദ്ധിയിലല്ല നടക്കുന്നതെന്ന് അവൻ പറയും. But the Lord is saying, you are my son. പക്ഷേ കർത്താവ് പറയുന്നത് നീ എൻ്റെ മകനാകുന്നു എന്നുള്ളതാണ്. I was just thinking, even the animal world understands this concept. ഞാൻ വിചാരിക്കുന്നു മൃഗങ്ങളുടെ ലോകത്തിൽ പോലും അവർക്ക് പോലും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട്. So there's a neighbor behind. There's some cats that are walking around that house. എൻ്റെ അയൽപക്കത്ത് ഒരു വീട്ടിൻ്റെ ചുറ്റും കുറേ പൂച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. So it was a mother cat with its children, kittens. അതൊരു അമ്മ പൂച്ചയാവുന്നു, കൂടെ കുഞ്ഞുങ്ങളുണ്ട്. And so because the auntie used to feed some fish and all that. അപ്പോൾ ആൻറ്റി കുറച്ച് മീനൊക്കെ അധികമായി കൊടുക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. And that cat tries to come into my property also, but I just, to some limit, I let it, but afterwards I just chase it out. കുറച്ച് കഴിഞ്ഞ് ആ തള്ളപ്പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അതിർത്തിയിലും കയറാൻ തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ മാറ്റാൻ തുടങ്ങി. And over a period of time, that cat has become very familiar to that house. കുറേ കഴിഞ്ഞപ്പോൾ ഈ കുടുംബം ആ കുടുംബവുമായിട്ട് വളരെയധികം പരിചയമുള്ളവരായി. To the point that, yes, 2 days back I looked and I saw in front of the car the cat is sitting, like how a lion sits, like the owner of the house. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന്റെ കാറിന്റെ മുമ്പിൽ ഒരു സിംഹം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഈ പൂച്ച ഇരിക്കുകയാണ്. That spoke volumes. That cat knows that cat can sit like that in front of that house. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആ പൂച്ചയ്ക്ക് നല്ല ധാരണയുണ്ട് എനിക്ക് അവിടെ ഇരിക്കാം എന്നുള്ളത്. But the children of God don't realize where they are able to sit. We are children of God. We are sons of God. പക്ഷേ ദൈവപുത്രന്മാരാകുന്ന പുത്രികളാകുന്ന നമ്മൾക്ക് വലിയ ധാരണയില്ല ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കാം. When you get up in the morning, what is your first thought?
നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താകുന്നു? ആദ്യത്തെ ചിന്ത, How am I going to face this week? Or I am a son of God? ഞാൻ ഈ ആഴ്ചയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോ അതോ ഞാൻ ദൈവത്തിന്റെ പുത്രിയാകുന്നു പുത്രനാകുന്നു ആകുന്നോ? So in that verse it goes on, says, so now we've established that there is a spirit of adoption for us. അപ്പോൾ നമ്മളിവിടെ ഉറപ്പിക്കുകയാണ് ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത്. And by that we cry out, Abba Father. അങ്ങനെ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. Abba Father. And that word cry is not to say softly. നിലവിളി Father. അബ്ബാ പിതാവേ എന്ന് പറയുന്നത് അത് പെതുക്കെ പറയേണ്ടുന്ന ഒരു പദമല്ല. It is to make a loud noise like a crow makes. Oh, I am a son of God. Abba Father, I call to you. It's not a soft voice. അത് ചെറുതായിട്ടല്ല, വലിയൊരു നിലവിളിയോടാണ് നമ്മൾ പറയേണ്ടത് അബ്ബാ പിതാവേ എന്നുള്ളത്. And the Spirit bears witness to our spirit that we are sons of God. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നു നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു എന്നുള്ളത്. See, it's not an external thing. The Lord knew that if we had only external facts, we'll forget that we are children of God. അത് ബാഹ്യമായ മാത്രമായ ഒരു കാര്യമല്ല. ബാഹ്യമായി മാത്രമാണെങ്കിൽ നമ്മളത് മറന്നു പോയെന്ന് കർത്താവിന് അറിയാം. The Spirit inside us says, നമ്മുടെ Son of God. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുള്ള ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ് നമ്മൾ ദൈവത്തിന്റെ There പുത്രന്മാരാകുന്നു. is an inner witness, an internal evidence that we are sons of God. അത് ആന്തരികമായ ഒരു തെളിവാകുന്നു നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു എന്നുള്ളത്. And that it's not just Father, it's Abba Father. അത് പിതാവേ എന്നുള്ളതല്ല, അബ്ബാ പിതാവേ എന്നുള്ളതാണ്. Abba is Aramaic for father. It's probably an endearing term that was used in those times. Abba, Father. Father was given in Greek. അബ്ബ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് അരമ്യ ഭാഷയിലുള്ളതാകുന്നു. അത് ഏറ്റവും ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന ഒരു വിളിയാകുന്നു അബ്ബ എന്നുള്ളത്. Only 3 times in the Bible is it written Abba Father. The 2 is what I've read. One is Romans, Galatians, where Paul says Abba Father. But Jesus said Abba Father when he was going to be crucified. He says, Abba Father, take this cup away from me. അപ്പോൾ 3 പ്രാവശ്യമാണ് വചനത്തിൽ ഈ അബ്ബാ പിതാവേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് 2 ലേഖനങ്ങളിലും പിന്നെ 1 യേശു തൻ്റെ കഷ്ടാനുഭവ സമയത്തും പറയുന്നു അബ്ബാ പിതാവേ ഈ കഷ്ടം ഈ പാനപാത്രം എൻ്റെ അടുത്ത് നീക്കണമേ എന്ന് പറയുന്ന സമയത്ത് ഇത് പറയുന്നുണ്ട്. So today actually what has the Lord told me to do? The Lord has asked me to establish the fact that we are sons of God. ഇന്ന് ശരിക്കും എന്താണ് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കണം നമ്മൾ പിതാവായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു എന്നുള്ളത്. That we are that no enemy can tell us that we are not, that we will be for sure. If nothing else, this is one fact that will never change, that we are sons of God. ശത്രു പല രീതിയിലും ഈ ഒരു സത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ ശ്രമിക്കും. പക്ഷേ എന്ത് വന്നാലും നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം നമ്മൾ ദൈവപുത്രന്മാരാകുന്നു എന്നുള്ളത്. You can know with your head, but your heart may not follow. നമ്മൾക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ മനസ്സിലായേക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അത് അനുസരിക്കുവാൻ ഏറ്റെടുക്കുവാൻ വളരെ പ്രയാസമായി തോന്നും. I just think we should take some time to pray and receive. I just tell the Lord, till this time ഇതുവരെ ഞാൻ അപ്പനായിട്ട് സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ആ വ്യത്യാസം വരട്ടെ. ഞാനൊരു മകനാണെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. മകനാണെന്ന്, for son is son and daughter, that common word. മകനാണ്, ഞാനൊരു മകനാണ്. കർത്താവിനോട് പറ, പിതാവിനോട് പറ, ഞാൻ മകനാണെന്ന് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ. Come on, let's just stand up before the Lord. Stand up before the Lord. Shubare khadarabare kashi kadarabara ore khadarabare kashirarara. Tell the Lord, come on, stand and tell the Lord, there are times ഞാൻ ചിലപ്പം ഡൗട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. പക്ഷെ കർത്താവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണേ. കർത്താവ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ഞാനത് കേൾക്കട്ടെ. പല ശത്രുവിൻ്റെ പല വേർഡ്സ് ഉണ്ട്, വാക്യങ്ങളുണ്ട്. അത് ഞാൻ കേൾക്കത്തില്ല, ഞാൻ ഇത് മാത്രം കേൾക്കും. Hallelujah, hallelujah. I just sense that there is an orphan spirit here. ഞാൻ ഇവിടെ സെൻസ് ചെയ്യുന്നു, ഇവിടെ അനാഥത്വത്തിന്റെ ഒരു ഭാരം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്. So the orphan spirit, it just prevents us from receiving the love of the Father. ഈ അനാഥത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഏറ്റെടുക്കുവാൻ നമ്മളെ തടസ്സമാകുന്ന തരത്തിലുള്ള ഒരു ആത്മാവാകുന്നു അത്. Today
let that orphan spirit be broken. ഇന്ന് ആ അനാഥത്വത്തിന്റെ ആത്മാവ് ഇന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യട്ടെ. So I think the Holy Spirit is going to do that as we sing the song. നമ്മൾ ഈ പാട്ട് വർഷിപ്പ് ചെയ്യുമ്പോൾ ആരാധന നടത്തുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. If anyone wants to be prayed over, just raise your hands. Our pastors and leaders will come and pray. അതിനുവേണ്ടി ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ പൊക്കിയാട്ടെ. പാസ്റ്റർമാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ മേൽ. And even the prayer leaders can go and pray. Shabare khatarava. വിടുവിച്ചുനീ ജയഗീതം തന്നുനീ ശത്രുവിൽ നിന്നും വിടുവിച്ചുനീ Yes, a spirit of fear is going to be broken today. ഇന്ന് ആ ഭയത്തിന്റെ ആത്മാവ് ഇന്ന് ഇവിടുന്ന് നീങ്ങി പോകുന്നതായിരിക്കും. ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയമുള്ളവര് ലോർഡ് എസ്റ്റാബ്ലിഷ് അത് ഉറപ്പിക്കണമേ ഇന്ന്. ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവ് ഇന്ന് 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 മാറിപ്പോട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത് ശാസിക്കുന്നു. നിങ്ങൾക്ക് ചിലർക്ക് ഭയമുള്ളത് കൊണ്ട് ദൈവത്തെ സേവിക്കാൻ പറ്റുന്നില്ല. ഭയമുള്ളത് കൊണ്ട് ദൈവത്തെ സേവിക്കാൻ പറ്റുന്നില്ല. നിങ്ങളങ്ങനെ പറയുന്നു എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ലെന്നോ ചിന്തിക്കുന്ന ചിലരുണ്ട്. അതൊരു കള്ളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവ മക്കൾ ഇതിൽ നിന്ന് എഴുന്നേക്കട്ടെ. ദൈവ മക്കൾ എഴുന്നേക്കട്ടെ. ദൈവ മക്കൾ സഭയിൽ. ഹല്ലേലൂയ. ഓ യെസ് ലോർഡ്, യെസ് ലോർഡ്. ശിശുക്കളല്ല, മക്കൾ, മെച്യൂർ ആയിട്ടുള്ള മക്കൾ ഇവിടെ എഴുന്നേക്കട്ടെ. ശുഭരി ഖദിര ബരബബബബബബബബരെ ഖരിരാരാ ശുഭരി ഖദിര ബരബബബബബബബബബ. ഓ കം ഓൺ. സഭ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളും ദൈവമായിട്ടുള്ളതാണ് ഇത്. ഈ സമയം നിങ്ങളും ദൈവമായിട്ട് ആണ്. ഹല്ലേലൂയ. എനിക്കറിയാം ഒത്തിരി വർഷം ഞാൻ ഈ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അത് റിലീസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സഭയിലായിരിക്കാം, പക്ഷേ ആ ഒരു അനാഥത്വത്തിൻ്റെ ആത്മാവായിരിക്കാം. അത് ഇന്ന് ഐ സീ ചെയിൻസ് ബി ബ്രോക്കൺ. ചങ്ങലകൾ പൊട്ടുന്നു, ചങ്ങലകൾ പൊട്ടുന്നു, ചങ്ങലകൾ പൊട്ടുന്നു. ഹല്ലേലൂയ. അതൊരു മൈൻഡ് സെറ്റാണ്. ഹല്ലേലൂയ. തെറ്റായ മൈൻഡ് സെറ്റാണ്. അത് ബ്രേക്ക് ചെയ്തിട്ട് പുത്രത്വത്തിന്റെ ആത്മാവ്, പുത്രത്തിന്റെ ആ മൈൻഡ് സെറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരി ഖദീര ബരക ശീരാരാ ശുഭരി ഖദീര ബരാരാ ബോരേരാ ബോരേരാ ശുഭരി ഖദീര ബരബബബബബബബബ. നിങ്ങളുടെ ഓരോ ചിന്തകളും കർത്താവ് അറിയുന്നു. നിങ്ങൾ ചിലപ്പം പറയായിരിക്കും ഹല്ലേലൂയ എനിക്കറിയില്ല ഇത് മുമ്പോട്ട് പോകുന്ന എങ്ങനെയാന്ന്. പക്ഷെ ആ ചിന്ത പോലും കർത്താവ് കണ്ടിരിക്കും, കേട്ടു. ഹി സീസ്, ഹി ഹിയേഴ്സ്. അത് കേൾക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനല്ല. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിച്ച് ഹല്ലേലൂയ ഒരു ആന്തരിക സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഒരു ആന്തരിക സൗഖ്യം ഇവിടെ സംഭവിക്കുന്നു. മക്കളെ തിരിച്ചെടുക്കുക. ഹല്ലേലൂയ. മക്കളെ തിരിച്ചെടുക്കുക. സഭയിലേക്ക് മക്കളെ തിരിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. ശുഭരഖദര ബരബബബബബബബബബബബ.
വഴി ഇല്ലാത്തടത്ത് വഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. വഴി ഇല്ലാത്തടത്ത് വഴി ഉണ്ടാക്കുന്ന ദൈവം. ഞാൻ ദൈവ പൈതലാ. ഭയമില്ല, 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 ഭയമില്ല. രോഗത്തെ പറ്റി ഭയമില്ല, ഭയമില്ല. ചെങ്കടൽ പിളർക്കുന്നവൻ, ചെങ്കടൽ പിളർക്കുന്നവനാ നമ്മുടെ പിതാവ്. Let that be our cry. ഞങ്ങളുടെ വിളി അതായിരിക്കട്ടെ. ഞാൻ ദൈവ പൈതലാ. ശുഭരഖദേരാ. ഞാൻ ദൈവ പൈതലാ. Yes Lord. Yes Lord. Yes Lord. I just sense some fears have been broken. ഞാൻ ഇവിടെ സെൻസ് ചെയ്യുന്നു ചില ഭയങ്ങളെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു. The Lord is setting you free of that orphan spirit and saying that establishing you and positioning you as sons. അനാഥത്വത്തിന്റെ ആത്മാവിനെ എടുത്തു മാറ്റി നിങ്ങളെ പുത്രത്വത്തിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന്. Okay, you can be seated. ഇരുന്നാട്ടെ. So we have been established as sons of God. നമ്മൾ ദൈവപുത്രന്മാരായി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. So there are privileges. അതിന് ആനുകൂല്യങ്ങളും ഉണ്ട്. Like when you get some cards, there are privileges. നമുക്ക് ചില കാർഡുകൾ കിട്ടുമ്പോൾ നമുക്ക് ആനുകൂല്യമുള്ളതുപോലെ. But these are greater privileges. പക്ഷേ ഇത് അതിലും വലിയ ആനുകൂല്യങ്ങളാകുന്നു. We have become part of a family. നമ്മൾ ദൈവ കുടുംബത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു. See, this is our family here. ഇത് നമ്മൾ എല്ലാവരും ഒരു ദൈവ കുടുംബത്തിന്റെ ഒരു Just look at your neighbor. Yes, that's part of our family. നിങ്ങളുടെ അയൽപക്കത്തുള്ളവരോട് പറഞ്ഞാട്ടെ ഞാൻ ഈ കുടുംബത്തിന്റെ ഭാഗമാകുന്നു എന്ന്. And we part of an extended family, the whole body of Christ. നമ്മൾ അത് ഈ കുടുംബം ഇത് മാത്രമല്ല ഇനി ദൈവസഭയാകുന്ന ശരീരമാകുന്ന സഭയുടെ മൊത്തത്തിലുള്ള കുടുംബത്തിന്റെയും കൂടെ ഭാഗമാകുന്നു. God could have just forgiven our sins and just legally declared us righteous, but he didn't stop there. He said, I want you to be part of my family. നമ്മളുടെ പാപം മോചിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ദൈവം നിർത്തുന്നില്ല. നമ്മളെ പുത്രന്മാരെ പോലെ ദത്തെടുത്ത് ഈ കുടുംബത്തിന്റെ ഭാഗമാക്കുകയാണ് ദൈവം. So it's important that we fellowship because this race cannot be run alone. We need to run as a family. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ നിലനിർത്തേണ്ടതെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. And we have a privilege to be led by the Holy Spirit. അതുപോലെ തന്നെ നമുക്കൊരു ആനുകൂല്യമുള്ളത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളത്. He is not a spirit of fear. അത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഭയത്തിന്റെ ആത്മാവല്ല. He is a spirit of love, power and sound mind. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാകുന്നു. And another privilege is he disciplines us. അടുത്ത ആനുകൂല്യം എന്ന് പറയുന്നത് അവൻ നമ്മളെ അച്ചടക്കം പരിശീലിപ്പിക്കുന്നു. Like our parents disciplined us, how much more Father God will discipline us. നമ്മുടെ മാതാപിതാക്കൾ ഭൂമിയിലെ മാതാപിതാക്കൾ നമ്മളെ അച്ചടക്കം പരിശീലിപ്പിച്ചിരുന്നു എങ്കിൽ എത്രയധികം സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മളെ അച്ചടക്കത്തിൽ നടക്കാൻ പരിശീലിപ്പിക്കുന്നു. I know it's not easy when you get that rebuke, but it is like it is the love language of our Father. അവൻ നമ്മളെ ശാസിക്കുമ്പോൾ അത് അത്ര സുഖകരമായിരിക്കില്ല, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് അതാകുന്നു. Amen. So I just want to read a verse, Hebrews 12, the last part of it, that is 12 verse 10 and 11. He says that if your fathers
here, if they discipline you, how much more your heavenly Father? And it says, now no chastening seems to be joyful for the present, but painful. Nevertheless, afterward it yields the peaceable fruit of righteousness to those who have been trained by it. What a beautiful verse. അപ്പോൾ ഇവിടെ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ഭൂമിയിലെ പിതാക്കന്മാരെ പോലെ തന്നെ നമ്മളെ ശാസിച്ചും ശിക്ഷിച്ചും നടത്തും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവർ ശിക്ഷിച്ചത് കുറേ കാലം തങ്ങൾക്ക് ബോധിച്ചതുപോലെ അത്രേ, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. So this discipline is such a gift, isn't it? അപ്പോൾ ഈ ഒരു പരിശീലനം എന്ന് പറയുന്നത് ഒരു വരമാകുന്നു, ഒരു It helps us to walk in that righteous path. നമ്മളെ നീതിയിലേക്ക് നടക്കുവാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നു. But sometimes I've heard people saying that everything in their life is discipline. പക്ഷേ ചില മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഈ അച്ചടക്കത്തിലേക്ക് You ശീലിപ്പിക്കുന്നതാണ്. need to read the word to understand what is discipline and what is not. Sometimes it's our foolishness that leads us into trouble. It is not God's discipline. നമ്മൾ ദൈവവചനം വായിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ് ദൈവം നമ്മളെ നീതിയിലേക്ക് നടത്തുന്നത് എന്നുള്ളത്. ചിലത് നമ്മളുടെ ഭോഷത്വത്തിലുള്ളത് നമ്മൾ വിചാരിക്കും ഇത് അച്ചടക്കത്തിന്റെ ശീലിപ്പിക്കുകയാണ് എന്നുള്ളത്. Just like we as children know how our parents, when they're going to correct, when they're not, we should be able to understand how God the Father, which areas He's disciplining and which areas are areas of our foolishness. നമ്മൾക്ക് അറിയാം നമ്മുടെ മാതാപിതാക്കൾക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത്, അവർ ഏത് രീതിയിലാണ് എപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ അവർ ശാസിക്കുന്നത് നമ്മൾക്കറിയാം. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം, ദൈവത്തിന് ഏതാണ് ഇഷ്ടമല്ലാത്തത് ഏതാണ് ഇഷ്ടമുള്ളത്, അവൻ എപ്പോഴാണ് ശാസിക്കുക എന്നൊക്കെ. And we receive an incorruptible inheritance. അതുപോലെ നമ്മൾക്ക് ക്ഷയമില്ലാത്ത ഒരു അവകാശമാണ് നമ്മൾക്ക് Let കിട്ടിയിരിക്കുന്നത്. me see how many rich people are here. ഞാൻ നോക്കട്ടെ ഇവിടെ എത്ര Rich in the spirit, rich in the kingdom. ആത്മാവിലും ദൈവത്തിന്റെ കുടുംബത്തിലും ധനികരായിരിക്കുന്നവർ. The front rowers are not lifting their hand. Rich in the spirit. How many people are rich? We are all. Because this inheritance is incorruptible. നമ്മൾ ആത്മാവിൽ ധനികരാണ് എന്ന് പറയുന്നത് ഈ ഒരു അവകാശം, പുത്രത്തിന്റെ അവകാശത്തിന് ഒരു ക്ഷയമില്ല, ഒരിക്കലും ക്ഷയിക്കില്ല എന്ന അർത്ഥത്തിലാകുന്നു. So here, even if we don't see we are having the fullness of, God will give us enough, but we have an inheritance there that is incorruptible. നമ്മൾ ലൗകികമായി നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു സമ്പൂർണ്ണ വ്യക്തി ആയിരിക്കില്ല, പക്ഷേ സ്വർഗത്തിലെ ദാനങ്ങൾ, സ്വർഗത്തിലേക്കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ഷയമില്ലാത്ത ഒരു അവകാശം അവിടെയുണ്ട്. And He started giving the gifts, that is our salvation, our justification and the Holy Spirit. അതുപോലെ തന്നെ ദൈവം നമ്മളെ കൊണ്ട് നിറച്ചത് നമ്മുടെ രക്ഷയും നമ്മുടെ നീതീകരണവും പരിശുദ്ധാത്മാവിനെയും കൊണ്ടൊക്കെ നിറച്ച് നമ്മളെ സമ്പൂർണ്ണതയും സമൃദ്ധിയിലേക്കുമാണ് കർത്താവ് നടത്തുന്നത്. But as sons of God, we have responsibilities too. അതുപോലെ തന്നെ പുത്രന്മാരായിരിക്കെ തന്നെ നമ്മൾക്ക് ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. We need to represent the Father. നമ്മൾ പിതാവായ ദൈവത്തിനെ പ്രതിനിധീകരിക്കണം. So who we are and what we do should represent everything the Father is. നമ്മൾ ആരാകുന്നു എന്നതും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കർത്താവിൽ ആരാകുന്നു എന്ന് നമ്മുടെ ദൈവത്തിന്റെ അനുകാരികൾ പോലെയാണ്. Ephesians 5:1 says, therefore be imitators of God as dear children. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:1 പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. Let's imitate Christ. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിരിക്കണം. I was just thinking, the Lord knew that Judas was in the group, but He just let him be. And He was, but always blessed him only. That is our Christ, and that is the one we follow. നമ്മൾക്കറിയാം, കർത്താവിന് അറിയാമായിരുന്നു ആ ഗ്രൂപ്പിൽ യൂദ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും അത് അറിഞ്ഞുകൊണ്ട് യൂദാസിനെ എപ്പോഴും ബ്ലെസ് ചെയ്തു, അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. Even those who betrayed him, He blessed. അവൻ തന്നെ തള്ളി പറഞ്ഞവരെ പോലും യേശു അനുഗ്രഹിച്ചിരുന്നു. And He said in the Beatitudes, blessed are the peacemakers, for they are called the sons of God. കർത്താവ് പറഞ്ഞിരിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് അറിയപ്പെടും. We are not called to cause strife. Even in the church, we are called to be peacemakers. നമ്മൾ സഭയിലാണെങ്കിൽ പോലും അവിടെ ഒരു ഭിന്നത ഉണ്ടാക്കാതെ, ഒരു കയ്പിന് അവസരം വരുത്താതെ ഒരുമിച്ച് നിൽക്കണം. Amen. And Jesus said, if you are sons of God, you will love. In Matthew 5:44 and 45, you can read in Malayalam. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. Amen. So you may be the sons of your Father in heaven. Walk in love.
അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ പിതാവിന്റെ പുത്രന്മാരായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ നടക്കേണ്ടതാകുന്നു. And we need to do the Father's work. അടുത്തതായി നമ്മൾ ദൈവവേല ചെയ്യേണ്ടതാകുന്നു. So I think Pastor Jijo shared about the vision of the Father should be fulfilled by the sons. പാസ്റ്റർ ജിജോട് പറയുകയുണ്ടായി, പിതാവിന്റെ ദർശനം അത് പൂർത്തീകരിക്കേണ്ടത് പുത്രന്മാരാകുന്നു എന്നുള്ളത്. We need to do everything to fulfill the Great Commission. നമ്മുടെ ആ വലിയ ദൗത്യം നിറവേറ്റുവാൻ ആയതെല്ലാം, നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം. To go out into our neighborhood, make disciples, hallelujah, in the name of our Lord. നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് നമ്മൾ നടന്നു ചെന്ന് ദൈവത്തിന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. And then we need to endure for the faith that the glory of God may be revealed. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിക്കണം, അപ്പോൾ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. Romans 8:18 says, we are all familiar with this verse, where Paul talks about the sons of God, how the Spirit of God enables us to rise up as sons. റോമർക്കെഴുതിയ ലേഖനത്തിൽ എങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളെ പുത്രന്മാരായി ഉയരുവാൻ സഹായിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. And he says, for I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. For the earnest expectation of the creation eagerly waits for the revealing of the sons of God. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. This is also talking about when Jesus comes back, when he's going to redeem us, but it started here. From the time that Jesus came, there has been a revealing of the sons of God. ഇത് യേശുവിന്റെ രണ്ടാം വരവിൽ കർത്താവ് തന്റെ സഭയെ ചേർക്കുന്നതെന്ന് പറയുന്നത് ആണെങ്കിൽ പോലും ഇതിൽ പറയുന്നത് കർത്താവ് ആദ്യം വന്ന് നമ്മളെ ചേർത്തപ്പോൾ മുതലുള്ള കാര്യമാണ്. So we have to rise up as sons and God of God. പിതാവായ ദൈവത്തിന്റെ പുത്രന്മാരായി ഉയരേണ്ടതാകുന്നു. So even as I close, I just want you to know in your hearts that you are a son of God. You're not a child anymore. ഞാനിവിടെ ഈ ദൂത് നിർത്തുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ശിശുക്കളല്ല, ഇനി നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു എന്നുള്ളത്. Can you take that decision today to take up not only the privileges but the responsibilities as a child of God, as a son of God? ഇന്നിവിടെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമോ? നമ്മൾക്ക് കിട്ടിയ ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ ആനുകൂല്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങളോട് നമ്മൾ നിറവേറുവാൻ നമ്മൾ തയ്യാറെടുക്കും എന്നുള്ളത്. I think there are about 180 of us, 150 here. If each of you rose up as a son of God, what would Trivandrum look like? ഇവിടെ ഉള്ള ഏകദേശം 150 പേരിൽ നമ്മൾ ഓരോരുത്തരും ഈ ട്രിവാൻഡ്രത്തിലെ ദൈവത്തിന്റെ പുത്രന്മാരായി ഉയരുവാൻ തയ്യാറാണെങ്കിൽ എങ്ങനെയാവും കാര്യങ്ങൾ അവസാനിക്കുക? Let's take that commitment and pray right now. നമ്മൾക്ക് ഇന്ന് അതിന്റെ ഒരു കമ്മിറ്റ്മെന്റും അതിന്റെ ഒരു തീരുമാനവും നമ്മൾ എടുക്കാം പ്രാർത്ഥനയോടെ. Lord, I just commit everyone here. കർത്താവേ, ഞാനിവിടെ ഓരോരുത്തരെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. You have spoken to them. നീ ഓരോരുത്തരോട് It സംസാരിച്ചിരിക്കുന്നു. is not any person that has spoken. ഒരു വ്യക്തിയല്ല ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. Your Holy Spirit has spoken to them that they are sons of God. നിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓരോരുത്തരുടെ ഹൃദയങ്ങൾ അവരോട് പറയുന്നു, അവർ നിന്റെ പുത്രന്മാരും പുത്രിമാരും ആകുന്നു എന്ന്. You have positioned them into the family. അവരെ നിന്റെ കുടുംബത്തിലേക്ക് നീ ചേർത്തിരിക്കുന്നു. I pray in this season that they will be so conscious of their sonship. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവർ ഓരോരുത്തരും ഈ ഒരു സീസണിൽ തങ്ങൾ പുത്രന്മാരാണെന്ന് എന്നുള്ളൊരു ബോധ്യം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. Everything they do, let it arise because of the fact that they are sons of the home. അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവർ പുത്രന്മാരാകുന്നു എന്നുള്ള ബോധ്യത്തിൽ അവർ ചെയ്ത് ഉയർത്തെഴുന്നേൽക്കട്ടെ. That they will let your kingdom come and your will be done by rising as sons. അവർ പുത്രന്മാരായി ദൈവരാജ്യം ഇവരുടെ വരുവാൻ അവരെ സഹായിക്കണമേ. I pray that everyone here, no one is abstain from this, but everyone here in their hearts, that you will speak to them, Lord, and establish them. If there's any doubt right now, remove it, Lord. കർത്താവേ, എല്ലാവരുടെ ഹൃദയത്തിൽ ഈ ഒരു സത്യം ഉറപ്പിച്ച് ദൈവഹിതപ്രകാരം ദൈവരാജ്യം ഇവിടെ വരേണ്ടതിന് തക്കവണ്ണം നീ അവരെ ഉയരുവാൻ സഹായിക്കണമേ. Thank you, Lord, for in this church you are revealing the sons of God. നന്ദി പിതാവേ, ഈ ഒരു സഭയിൽ ദൈവത്തിന്റെ പുത്രന്മാരെ നീ വെളിപ്പെടുത്തി തരുന്നതിനായി. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen.